സ്വാഗതം സൈന ടാരോ കാർഡിലേക്ക്. ഇന്ന് ഞാൻ ടാരോയോട് ചോദിക്കുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ എനിക്കെൻ്റെ സ്ട്രെസ്സും നെഗറ്റീവ് ചിന്തകളും കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ്സ് തോന്നുന്നത്, രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് നെഗറ്റിവിറ്റി, അതായത് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെ എനിക്ക് കുറയ്ക്കാം എന്നുള്ളത് ഈ കാർഡും, അതായത് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ഈ കാർഡും, നെഗറ്റിവിറ്റി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ഈ കാർഡ് നമുക്ക് ഗൈഡൻസ് നൽകും. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ സ്ട്രെസ് തോന്നിക്കൊണ്ടിരിക്കുന്ന കാർഡാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദ മൈസർ എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. മൈസർ ദ 4 എന്ന് പറയുന്ന കാർഡ്, അതായത് എന്താ പറയുക, മറ്റുള്ളവർ അവരുടെ കാശ് മറച്ചു പിടിച്ചിരിക്കുന്ന ഒരാളാണ് ചിത്രത്തിൽ വരുന്നത്. അതായത് ഓർത്തഡോക്സ് ചിന്താഗതി ആളുകൾ, മനസ്സുറക്കാത്ത ആളുകൾ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ, എസ്പെഷ്യലി ഫിനാൻഷ്യലായിട്ട് അവസ്ഥയിൽ നമ്മൾ കൊടുക്കണമെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോൾ തരാത്ത ആളുകൾ, അൾട്ടിമേറ്റ്ലി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് സ്ട്രെസ് തരുന്നുള്ളതാണ്. നമുക്കത് എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ കാർഡ് എന്ന് പറയുന്നതും നമുക്ക് നിയന്ത്രിക്കുക, നമ്മളെ ഇതിനെ നിയന്ത്രിക്കുക, വ്യക്തിനെ നമുക്ക് കണ്ടറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഇതിനെ നിയന്ത്രിക്കുകയാണ്. കാര്യം എന്നാൽ നിങ്ങൾക്കും ഒരു ദിവസം വരും. അപ്പോൾ തൽക്കാലം അവർ കാണിക്കുന്നത് കാണിച്ചോട്ടെ, നമ്മുടെ ദിവസം നമുക്ക് അവർക്ക് നമ്മുടേത് കാണിച്ചു കൊടുക്കാം. ഇനി നെഗറ്റീവ് തോട്ട്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ഞാൻ ടാരോയോട് ചോദിച്ചത്. ഈ കാർഡ് വന്നിട്ടുള്ളത് സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്ന കാർഡാണ്. സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അതായത് ആഗ്രഹിച്ച രീതിയിലൊരു പ്രോഗ്രസ് നേടാൻ പറ്റാതെ വരുമ്പോൾ, താഴ്മോട്ട് പോകുമ്പോഴാണ് നമുക്ക് വരുന്നത്. അതായത് നെഗറ്റീവ് തോട്ട്സ്, അതായത് നമ്മളൊരു എന്താ പറയുക, സാധാരണ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പറ്റുന്നു, നമ്മൾ മാത്രം വളരാത്തൊരവസ്ഥ തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് വരും. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഡ്രീം എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് തിങ്ക് ചെയ്യാതെ ലോങ് ടേം ആയിട്ട് തിങ്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും എന്നും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നമുക്കൊരു സ്വപ്നം, നമ്മൾ അതിലേക്ക് വേണ്ടി ഇതാക്കുക. എപ്പോഴും ഒരു സ്വപ്നം എന്ന് പറയുന്നത് സമയം എടുക്കുന്നവർക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഇതാണ്. ഒന്ന്, സ്ട്രെസ്സിനെ നിയന്ത്രിക്കുക, നിങ്ങളുടെ നാൾ വരും. നെഗറ്റീവ് തോട്ട്സിനെ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൽ ഫോക്കസ് ചെയ്യുക, അത് മാറും. ഈ രണ്ട് സന്ദേശങ്ങളാണ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾക്കായിട്ട് മാലാഖമാരും ഏഞ്ചൽസും എല്ലാവരും തരുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.